2022 സെപ്റ്റംബർ മാസത്തിൽ നടന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഒരു സംഖ്യ അതിന്റെ 47.5% വർദ്ധിച്ചപ്പോൾ 590 എങ്കിൽ ആ സംഖ്യ എത്രയാണ്? നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ ഇവയാണ്: ഓപ്ഷൻ എ 700, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ സി 500, ഓപ്ഷൻ ഡി 400. ഇനി ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കുക എന്ന് നോക്കാം. മത്സരപരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ നിശ്ചിത സമയത്തിനുള്ളിൽ ചോദ്യപേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടുതന്നെ പരമ്പരാഗത രീതിയിലുള്ള ഫോർമുലകൾ വെച്ച് ചെയ്യുന്ന രീതി ഉപേക്ഷിച്ച് ലോജിക് ഉപയോഗിച്ചാണ് ഇത്തരം കണക്കുകൾ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പരിശീലനം ചെയ്താൽ നമുക്കൊരു 10 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത്തരം കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്താം. ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. തന്നിരിക്കുന്ന ഏതോ ഒരു സംഖ്യ അതിന്റെ 47% കൂട്ടിയാൽ കിട്ടേണ്ടത് 590 അപ്പോൾ ആദ്യ വായനയിൽ തന്നെ ഓപ്ഷൻ എയും ബിയും ഒഴിവാക്കാം. കാരണം രണ്ട് സംഖ്യയും കൂട്ടുമ്പോൾ 590 വരാൻ പാടുള്ളൂ. അപ്പോൾ 590 മുകളിലുള്ള 600-മല്ല 700-മല്ല, പിന്നുള്ളത് 500-400-മാണ്. ഇതിൽ 500 ആണോ എന്ന് പരിശോധിക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏത് സംഖ്യയുടെയും 10% കാണാൻ ആ സംഖ്യയുടെ വലതുവശത്തുനിന്നും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക. ഇവിടെ 500ന്റെ വലത്തെ ഭാഗത്തുനിന്നും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുമ്പോൾ സംഖ്യ 50 മാറും. അങ്ങനെയാണ് 10% കാണാനുള്ള എളുപ്പവഴി. ഇനി 5% കാണാനാണെങ്കിലോ? 10%ത്തിന്റെ പകുതിയല്ലേ 5% എന്നത്? ഇവിടെ 500ന്റെ 10%-മായ 50ന്റെ പകുതി 25. അതുപോലെ ഒരു സംഖ്യയുടെ 2.5% കാണാൻ 5%ത്തിന്റെ പകുതി കണ്ടാൽ മതി. ഇവിടെ അത് 25 ന്റെ പകുതി 12. അതായത് ഒരു സംഖ്യയുടെ 2.5% കാണാൻ ആ സംഖ്യയുടെ 10% കണ്ടതിനുശേഷം അതിന്റെ പകുതിയുടെ പകുതി കണ്ടാൽ മതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ചോദ്യത്തിലേക്ക് വരാം. 500ന്റെ 47% കണ്ട് 500നോട് കൂട്ടുകയാണല്ലോ വേണ്ടത്. അതിനായി ആദ്യം 50% കണ്ട് അതിൽ നിന്ന് 2.5% കുറച്ചാൽ 47% കിട്ടുമല്ലോ. ഇവിടെ 500ന്റെ 50% എന്നതെത്രയാ? 250 അല്ലേ? ഇനി 500ന്റെ 2.5%മോ? 10%ത്തിന്റെ പകുതിയുടെ പകുതിയല്ലേ? 10% എന്നത് 50, അതിന്റെ പകുതിയുടെ പകുതി 12. അപ്പോൾ 47% എന്നത് 250 മൈനസ് 12 ഈക്വൽ ടു 237. 500നോട് 237 കൂട്ടിയാൽ 737. ബട്ട് നമുക്ക് കിട്ടേണ്ടത് 590 ആണല്ലോ. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. ഈ ഓപ്ഷനും അല്ലാത്ത സ്ഥിതിക്ക് 400 ആയിരിക്കുമല്ലോ ഉത്തരം. അത് ഒന്ന് കൺഫേം ചെയ്യാം. 400ന്റെ 47% കാണുക. ആദ്യം 50% കണ്ട് അതിൽ നിന്ന് 2.5% കുറക്കുക. 400ന്റെ 50% എന്നത് 200. 400ന്റെ 10% എന്നത് 40. അതിന്റെ പകുതിയുടെ പകുതി എന്നത് 10. അപ്പോൾ 200ൽ നിന്ന് 10 കുറച്ചാൽ 190. അതായത് 400ന്റെ 47% എന്നത് 190. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ 590 തന്നെയല്ലേ കിട്ടുക? തന്നിരിക്കുന്ന സംഖ്യയോട് അതിന്റെ 47% കൂട്ടുമ്പോൾ 590 കിട്ടണം. ഇവിടെ സംഖ്യ 400. അതിനോടുകൂടി 190 കൂട്ടിയാൽ 590. ഇത് കണ്ടെത്തുന്ന വിധം നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് വ്യത്യസ്ത സംഖ്യകളുടെ വിവിധ ശതമാനങ്ങൾ കണ്ട് പരിശീലിക്കുക. പരിശീലിച്ചാൽ ചോദ്യം വായിച്ചാൽ തന്നെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ ആശയം വെച്ചുകൊണ്ടുതന്നെ ഏതു സംഖ്യയുടെയും ഏത് ശതമാനവും എളുപ്പത്തിൽ കണ്ടെത്താനുള്ള വഴികൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.